ഹേ ഗൈസ്, വെൽക്കം ടു ഫൺ വിത്ത് ഷാൻ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ടോപ്പ് 10 ക്യാമിയോ റോൾസ് ഇൻ മലയാളം മൂവീസ്. മലയാളത്തിൽ ഒരുപാട് ക്യാമിയോസ് വന്നിട്ടുണ്ട്, മമ്മൂട്ടി മുതൽ ദുൽഖർ, നീൽപുര എക്സെട്ര എക്സെട്ര. അപ്പോൾ അത് ഏതൊക്കെ നോക്കാം. നരസിംഹം മമ്മൂട്ടി. രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത പടമാണ് നരസിംഹം. ലാലേട്ടൻ നായകനായ ചിത്രത്തിൽ മമ്മൂക്ക ഒരു ഗസ്റ്റ് റോളിൽ വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാർ എന്ന കഥാപാത്രമായാണ് മമ്മൂക്ക വന്നത്. തിലകൻ ചേട്ടന് ജാമ്യം കൊടുക്കാനാണ് മമ്മൂക്ക വന്നത്. കുറച്ചു നേരമേ ഉണ്ടായിരുന്നുവെങ്കിലും മമ്മൂക്ക തകർത്തഭിനയിച്ചിട്ടുണ്ട്. Shall I remind you something? It is quite unbecoming an officer. I pity you for the dirty game you have played in this case. തിലകൻ ഇൻ സന്മൻസുള്ളവർക്ക് സമാധാനം. ശ്രീനിവാസിൻ്റെ തിരക്കഥയിൽ സത്യൻ അന്തികാട് ഡയറക്റ്റ് ചെയ്ത പടമാണ് സന്മൻസുള്ളവർക്ക് സമാധാനം. ലാലേട്ടൻ നായകനായി ഈ പടത്തിൽ തിലകൻ ചേട്ടൻ ഒരു ഗംഭീര ഗസ്റ്റ് റോൾ അഭിനയിച്ചിട്ടുണ്ട്. മുംബൈയെ വെറുപ്പിച്ച ദാമോദർ എന്ന കഥാപാത്രമായാണ് തിലകൻ ചേട്ടൻ അഭിനയിച്ചിട്ടുള്ളത്. ബോംബെയെ കിടുകിട വെറുപ്പിച്ച ദാമോദർ കുറച്ച് നേരം കൊണ്ട് പ്രേക്ഷകരെ കുടുകുട ചിരിപ്പിച്ച കഥാപാത്രമായി മാറി. കുറച്ചു നേരമേ ഉണ്ടായിരുന്നെങ്കിലും അത് എപ്പോഴും പ്രേക്ഷക മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രമാണ്. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. സുരേഷ് ഗോപി, മനു അങ്കിൾ, ഡെന്നിസ് ജോസഫിൻ്റെ സംവിധാനത്തിൽ മമ്മൂക്ക നായകനായ പടത്തിൽ സുരേഷ് ഗോപി ഒരു കമിയോ റോളിൽ വന്നിട്ടുണ്ട്. മിന്നൽ പ്രതാപൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. പുള്ളി ഒരു പോലീസ് ഓഫീസറാണ്. കുറച്ച് നേരം ഉണ്ടായിരുന്നെങ്കിലും പുള്ളി നമ്മളെല്ലാം ചിരിപ്പിച്ചിട്ടാണ് പോയത്. പുള്ളി സിനിമയിലോട്ട് വന്നപ്പോഴും പോയപ്പോഴും നമ്മളെ ചിരിപ്പിച്ചിട്ടാണ് പോയത്. അതിലെ കള്ളന്മാരെ പിടിക്കുമ്പോഴുള്ള പുള്ളിയുടെ ഓട്ടവും വെടിവെക്കുമ്പോഴുള്ള ചിരിയും അതൊക്കെ അടിപൊളിയായിരുന്നു. ജയിലിലോട്ട് വന്നേക്ക്, നിന്റെ എല്ലാം ഭാര്യയെല്ലാം ഓരോന്നായിട്ട് വരും, എന്നിട്ട് ജയിലിന് അഴിയിടും. ഞാൻ തരാം. മോഹൻലാൽ ഇൻ സമ്മർ ഇൻ ബത്ലം. രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ സിബി മലയൻ സംവിധാനം ചെയ്ത പടമാണ് സമ്മർ ഇൻ ബത്ലം. ജയറാം ഏട്ടനും സുരേഷ് ഏട്ടനും മഞ്ജു വാര്യരും തകർത്തഭിനയിച്ച പടമാണ്. ഈ സിനിമയിൽ അവസാന ഘട്ടത്തിലേക്ക് മോഹൻലാൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് നടത്തുന്നുണ്ട്. അതുവരെയുള്ള സുരേഷ് ഏട്ടൻ്റെയും ജയറാം ഏട്ടൻ്റെയും പടമാണെന്ന് നമ്മൾ മറന്നു പോകും. ലാലേട്ടൻ്റെ ഫ്ലാഷ് ബാക്ക് കേൾക്കുമ്പോൾ നമ്മൾ അത് ലാലേട്ടൻ്റെ പടമാണെന്ന് നമുക്ക് കരുതി പോകും. ലാലേട്ടൻ കുറച്ച് നേരമേ ഉണ്ടായിരുന്നെങ്കിലും ആ സിനിമ മൊത്തം അഭിനയിച്ച ഫീലാണ് നമുക്ക് കിട്ടുക. അത്രക്കും നന്നായിട്ടുണ്ട്. 4 വയസ്സുകാരിയായ അയാളുടെ മകളുടെ അറ്റുപോയ കുഞ്ഞിക്കൈ എന്റെ ദേഹത്താണ് വന്ന് വീണത്. ആ കൈവിരലുകൾ അപ്പോഴും ചലിക്കുന്നുണ്ടായിരുന്നു. ദുൽഖർ സൽമാൻ ഇൻ പറവ. സോബിൻ ഷാഹിർ സംവിധാനം ചെയ്ത പടമാണ് പറവ. കുറച്ച് ചെറുപ്പക്കാരുടെയും 2 കുട്ടികളുടെയും കഥയാണ് ഇതിൽ പറയുന്നത്. ദുൽഖർ സൽമാൻ ഇതിൽ ഒരു ക്യാമിയോ റോളിൽ വന്നിട്ടുണ്ട്. ഇമ്രാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ദുൽഖറിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് പറവയിലുള്ളത്. നാട്ടുകാരുടെ പ്രിയപ്പെട്ട വ്യക്തിയാണ് ഇമ്രാൻ. കൂട്ടുകാരെയും നാട്ടുകാരെയും സഹായിക്കുന്ന മുൻപന്തിയിൽ നിൽക്കുന്ന ഒരുത്തനാണ്. കൽപ്പന ഇൻ ചാർലി. മാർട്ടിൻ പ്രഗട്ടിൻ്റെ സംവിധാനത്തിൽ ദുൽഖറും പാർവതിയും തകർത്തഭിനയിച്ച പടമാണ് ചാർലി. ഈ പടത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നടി കൽപ്പന ഒരു ഗസ്റ്റ് അപ്പിയറൻസ് നടത്തിയിട്ടുണ്ട്. ഇതുവരെ നമ്മളെ ചിരിപ്പിച്ച കൽപ്പന ആ പടത്തിൽ നമ്മളെ സങ്കടപ്പെടുത്തിയിട്ടാണ് പോയത്. ഇതുവരെയുള്ള പടത്തിൽ നിന്ന് വേറിട്ട അഭിനയമാണ് ചാർലിയിലുള്ളത്. പുള്ളിക്കാരിയുടെ കഥാപാത്രത്തിൻ്റെ പേര് മേരി എന്നാണ്. നോക്ക്, കരയിലിറങ്ങി വന്നിരിക്കുന്ന മത്സ്യകന്യക. എന്താ ലുക്ക്! വാ. ബിജു മേനോനിൻ കുഞ്ഞിരാമായണം. ബേസിൽ ജോസഫിൻ്റെ ആദ്യം സംവിധാനം ചെയ്ത പടമാണ് കുഞ്ഞിരാമായണം. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസനും കേന്ദ്ര കഥാപാത്രമായ പടത്തിൽ ബിജു മേനോൻ ഒരു കെമിയോ റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. കുഞ്ഞിരാമൻ്റെ
കാമുകിയെ കെട്ടാമെന്ന കഥാപാത്രമാണ് ബിജു മേനോൻ ചെയ്തത്. ബിജു മേനോൻ ഈ പടത്തിൽ ഇതുവരെ സ്കോർ ചെയ്തവരെക്കാളും നന്നായിട്ട് സ്കോർ ചെയ്തു. പുള്ളി അഭിനയിച്ച സീൻസ് എല്ലാം നമ്മളെ ഒട്ടേറെ ചിരിപ്പിച്ചതാണ്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഞാനാണ് ഈ കഥയിലെ ഹീറോ. ഇപ്പൊ കണ്ടതാണ് ഹീറോയിസം, നല്ല കട്ട ഹീറോയിസം. ആസിഫ് അലി ഇൻ വെള്ളിമുങ്ങ. ജിബു ജേക്കബിൻ്റെ സംവിധാനത്തിൽ വന്ന ബിജു മേനോൻ നായകനായ പടമാണ് വെള്ളിമുങ്ങ. ഇതിൽ ആസിഫ് അലി ഒരു കാമിയോ റോൾ ചെയ്യുന്നുണ്ട്. ബിജു മേനോൻ്റെ ക്രഷായ നിക്കി ഗൽറാണിയെ കല്യാണം കഴിക്കാനാണ് ആസിഫ് അലി വന്നത്. കുറച്ചു നേരമേ ആസിഫ് അലി ഉണ്ടായിരുന്നെങ്കിലും ഗംഭീരമായി ചെയ്തു. അവസാനമാണ് നമ്മൾ അറിയുന്നത് ഇതെല്ലാം ബിജു മേനോൻ്റെ തന്ത്രമാണെന്ന്. ആസിഫ് അലി ബിജു മേനോൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ ഞാനാര എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ ഈ പിശാസിന്റെ ഫ്രണ്ട്. സുരാജ് വഞ്ഞാറമൂട് ഇൻ ആക്ഷൻ ഹീറോ ബിജു. എബ്രിഡ് ഷെയ്നിൻ്റെ സംവിധാനത്തിൽ നിവിൻ പോളി ആദ്യമായി പോലീസ് വേഷം ചെയ്ത പടമാണ് ആക്ഷൻ ഹീറോ ബിജു. ഇതിൽ വന്നവരും നിന്നവരും എല്ലാം സ്കോർ ചെയ്ത പടമാണ്. സുരാജ് വഞ്ഞാറമൂട് ഇതിൽ കാമിയോ റോൾ ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമ്മളെ ചിരിപ്പിച്ച സുരാജേട്ടൻ നമ്മളെ സങ്കടപ്പെടുത്തിയിട്ടാണ് പോയത്. നമ്മളെല്ലാം വിചാരിക്കും സുരാജേട്ടൻ കോമഡി ആയിട്ടാണ് വന്നതെന്ന്. ഇത് സുരാജേട്ടൻ്റെ ടേണിംഗ് പോയിൻ്റാണ്. ഇതിന് ശേഷമാണ് പുള്ളി ക്യാരക്ടർ റോളുകൾ ചെയ്യാൻ തുടങ്ങിയത്. പറ്റിക്കാൻ വേണ്ടി പറയുന്നുണ്ട് സാറേ, അല്ലേ സാറല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയുന്നു പറയണം സാർ. നിവിൻ പോളി ഇൻ ആനന്ദം. ഗണേഷ് രാജ് എന്ന ഡയറക്ടർ സംവിധാനം ചെയ്ത പടമാണ് ആനന്ദം. ഒരു കോളേജിൽ നടക്കുന്ന IV പശ്ചാത്തലത്തിൽ ഉള്ള പല സംഭവങ്ങളാണ് ഇതിൽ പറയുന്നത്. അക്ഷയ് എന്ന കഥാപാത്രത്തിൻ്റെ ചേട്ടനായാണ് നിവിൻ പോളി ഈ പടത്തിൽ വരുന്നത്. കുറച്ചു നേരമേ നിവിൻ പോളി ഈ സിനിമയിൽ ഉള്ളതെങ്കിലും അങ്ങനെ അക്ഷയുടെ ചേട്ടനായി ജീവിക്കുകയായിരുന്നു. വിഷമഘട്ടത്തിലിരിക്കുന്ന അക്ഷയെയും കൂട്ടുകാരെയും അവർക്ക് പാർട്ടി നടത്താനുള്ള ഹെൽപ്പ് പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പഴയ ഷാക്ക്. ഈ ചുവരറിയാതെ ഗോവയിൽ ഒരു പാർട്ടി നടക്കില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട ഗൈസ്. സീ യു ലേറ്റർ.